അവർ നിങ്ങളെ വേദനിപ്പിക്കും, അവർ തന്നെ നിങ്ങളെ സമാധാനിപ്പിക്കുകയും ചെയ്യും. ഇതൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. കാരണം അവർ അങ്ങനെ ബിഹേവ് ചെയ്തു, അവർ തന്നെ സമാധാനിപ്പിക്കുകയും ചെയ്തു, എല്ലാം നോർമലാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവും. ഈ ഒരു സമാധാനിപ്പിക്കല് ഒരു സേഫ്റ്റിയും ഒരു ലവും ഒക്കെ ആയിട്ട് നമ്മുടെ ബ്രെയിൻ ചെറുതായിട്ടൊന്ന് മിസ്അണ്ടർസ്റ്റാൻഡിങ് കൂടെ ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ടോക്സിക് ബിഹേവിയറും ട്രോമ ബോണ്ടും ലവ് ഈ ഒരു സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ആ ഒരു ഡിഫറൻസസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളിതെല്ലാം നോർമലാണ്, അല്ലെങ്കിൽ ഇതെല്ലാം ശരിയാവും, വല്ലപ്പോഴും പ്രശ്നങ്ങളല്ലേ, ഈ ഒരു രീതിയിലൊക്കെ ഓരോ ദിവസങ്ങളും തള്ളി നീക്കി മുന്നോട്ട് പോകാനായിരിക്കും നിങ്ങൾ ശ്രമിക്കുക. പക്ഷെ ഇത് നിങ്ങളുടെ സമാധാനവും സന്തോഷവും ഓരോ ദിവസവും നിങ്ങളുടെ ഫിസിക്കലി മെന്റലി ഉള്ള ഹെൽത്തിനെയും നല്ല മോശമായിട്ട് തന്നെ ബാധിക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് മുതൽ എല്ലാ കാര്യത്തിലും ഈ ഒരു പ്രശ്നം നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. അപ്പൊ ടോക്സിക് റിലേഷൻഷിപ്പിനോട് എപ്പോഴും നോ പറഞ്ഞ് പഠിക്കണം. ഒരു ഹെൽത്തി ബൗണ്ടറിക്ക് ഉള്ളിൽ വെച്ചുകൊണ്ട് മാത്രമേ ഒരാളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ജീവിതത്തിൽ മൈന്യൂട്ടായിട്ടുള്ള ഒരു പ്രശ്നമാണെങ്കിൽ പോലും അത് അറിയിക്കേണ്ടവരെ, വേണ്ടപ്പെട്ടവരെ, അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ചേട്ടന്മാരെയൊക്കെ അറിയിക്കണം. എല്ലാവരും അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത്. എല്ലാം സീക്രട്ട് ആയിട്ട് എല്ലാം സ്വന്തം ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതെന്റെ ഫെയ്റ്റ് ആണ്, ഇത് എനിക്ക് ജീവിക്കേണ്ടതാണ് എന്ന് വിചാരിക്കരുത്. സഹായം ചോദിക്കുക എന്നുള്ളത് ഒരു സ്ട്രെങ്ത് ആണ്. സോ ആസ്ക് ഹെൽപ്പ് വെൻ യു ആർ ഇൻ നീഡ്.